വഫാത്തിന്റെ ശേഷം മടവൂരി ശരീഫിൽ കിടന്നുകൊണ്ട് ഞാനുണ്ട് മടവൂരിൽ, നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ. സൈഫുന പറഞ്ഞതല്ലേ, മുറിയാതെ ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ട്, അത് നമ്മൾ അനുഭവിക്കുകയല്ലേ. സൈഫുനായുടെ കറാമത്തുകൾ ഇന്ന് മടമുറിയാതെ തുടരുകയല്ലേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ശരീഫിൽ കിടന്നുകൊണ്ട് ഞാനുണ്ട് മടവൂരിൽ, നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ. സൈഫുന പറഞ്ഞതല്ലേ, മുറിയാതെ ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ട്, അത് നമ്മൾ അനുഭവിക്കുകയല്ലേ. സൈഫുനായുടെ കറാമത്തുകൾ ഇന്ന് മടമുറിയാതെ തുടരുകയല്ലേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ വഫാത്തിന് ശേഷം മടവൂരി ശരീഫിൽ കിടന്നുകൊണ്ട് ഞാനുണ്ട് മടവൂരിൽ, നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ. സൈഫുന പറഞ്ഞതല്ലേ, മുറിയാതെ ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ട്, അത് നമ്മൾ അനുഭവിക്കുകയല്ലേ. സൈഫുനായുടെ കറാമത്തുകൾ ഇന്ന് മടമുറിയാതെ തുടരുകയല്ലേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മജ്ലിസ്, നാട്ടുകാരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അല്ലാഹു ഇതിനു വേണ്ടി ഒത്താശ ചെയ്തു തന്ന ആ മഹാനരായ മടവൂർ ശൈഖുനയുടെ മദ്ഹ് പറയാനും കേൾക്കാനും സ്ഥലമൊരുക്കിയവർ, സൗകര്യമൊരുക്കിയവർ, സംവിധാനമൊരുക്കിയവർ എല്ലാവരെയും ശൈഖുന കബൂലാക്കട്ടെ. ആലിമോ ഓന്റെ സംഘടനയോ ഓന്റെ ആളുകളോ ഒന്നും നമ്മൾ മരിക്കുന്ന നേരം സഹായിക്കാൻ പ്രത്യേകം അല്ലാഹു രക്ഷാ കവചമായി അല്ലാഹു നിർത്തിയ വസീലയല്ല. അതേ സമയത്ത് നമ്മളെ മൗത്തിന്റെ നേരം നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവരാണ് ശൈഖുന മടവൂര് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. നമ്മുടെ ഖബറിൽ ഇടപെടാൻ അല്ലാഹു അധികാരം കൊടുത്തവരാണ് ശൈഖുന. നമ്മളെ ഖബറിൽ ഇടപെടാൻ അല്ലാഹു അധികാരം കൊടുത്തവരാണ് ശൈഖുന. നമ്മളെ ഖബറിൽ ഇടപെടാൻ അല്ലാഹു അധികാരം കൊടുത്തവരാണ് ശൈഖുന. നമ്മൾ അവരിൽ മുറുക്കി പിടിക്കണം. ആ പിടുത്തത്തിൽ നിന്ന് നമ്മൾ ഒഴിയാൻ പാടില്ല. എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രയാസം വന്നാലും ഇന്നും ഉന്നതന്മാരായ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ മശായിഖന്മാർ, അവരെല്ലാം ഉന്നതമായി പറയുന്ന പേരാണ് ശൈഖുന മടവൂരിന്റെ പേര്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ മൺമറഞ്ഞു പോയ ആൾക്കാരെ മഹാന്മാരാണെന്നും പറഞ്ഞിട്ട് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാര് നാട് നീളെ ഇങ്ങനെ മൈക്കും വെച്ച് കെട്ടി ഇങ്ങനെ തെണ്ടുകയാണ്. കാരണം ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ജനങ്ങൾക്ക് 10 ആളെ കിട്ടിയ അപ്പം ഇവർക്ക് കറാമത്ത് വിളമ്പാനേ നേരുള്ളൂ. കാരണം ഈ കറാമത്ത് ഇല്ല എങ്കിൽ ഒരുപക്ഷെ ഇവരെ ജീവിതം വഴിമുട്ടിയാനെ. സത്യം പറയാൻ കേട്ടോ, ഇവരെ വയറൊക്കെ കാലിയായി, ഈ പോക്കറ്റ് കാലിയായാനെ, ആകെ പിന്നെ നശിച്ച് ആകെ ഒരു അവസരം എത്തിയാനെ. കാരണം സാമ്പത്തികമായിട്ടും എല്ലാ നിലക്കും ഇവർ എന്തുകൊണ്ട് ഈ കറാമത്ത് ഇല്ലെങ്കിൽ, ഈ കറാമത്തെ വെച്ചിട്ടാണ് ഇവർ ഈ ചൂഷണം ചെയ്യുന്നത്. അത് ഏറ്റെടുക്കാൻ സാധുക്കളായ നിരപരാധികളായ വിജ്ഞാനമില്ലാത്ത ഇവർ നേതൃത്വം കൊടുക്കുന്ന കുറെ അനുയായികളും അങ്ങനെപ്പെട്ട മുസ്ലിയാക്കന്മാരാണ്. ഇപ്പൊ ഞാൻ 1-2 വീഡിയോ കാണിച്ചതിൽ ആദ്യം പറയുന്ന മുസ്ലിയർ എന്താണ്, CM മടവൂര് മരണത്തിന് ശേഷം അവിടെ കിടന്ന് വിളിക്കുകയാണ്, അത്ര ഇങ്ങോട്ട് വന്നോ, ഇങ്ങോട്ട് പോന്നോ, ഞാൻ ഇവിടെ കാണുകയാണ്, ഞാനിവിടെ ഉണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് കബറിൽ നിന്ന് ഇങ്ങനെ നോക്കുക, അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുക. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ തക്ബീർ വിളിക്കാനും അതിനൊക്കെ അണികളുണ്ട്, ഇവർ അണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അണികളെ കൊടിഞ്ഞു പോകുമെന്ന് തോന്നുമ്പോൾ ഇവർ കറാമത്ത് പഴയ സാധനം പുതിയ കുപ്പിയിലാക്കിയിട്ട് ഇവരൊന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് കൊണ്ടുവരും ഈ കറാമത്തിനെ. അപ്പൊ ആളും രൂപം പേരും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മാറും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മരണത്തിന് ശേഷം CM മടവൂര് അവിടെ നിന്ന് കബറിൽ നിന്ന് നോക്കുകയാണ്, ഇങ്ങോട്ട് പോന്നോന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിളിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. എന്നിട്ടൊക്കെ അവസാനം വേദിക ഒരിക്കലും തിന്നാൻ കൊടുത്തവർക്കൊക്കെ ഈ കറാമത്തിന്റെ ഗുണം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് അവസാനിപ്പിക്കുക. അപ്പൊ പണം കിട്ടുമല്ലോ. അപ്പൊ കറാമത്ത് ഇല്ലെങ്കിൽ ഇവരെ ജീവിതം വഴിമുട്ടി ആ രൂപത്തിൽ ആയേനെ. ഇവരെ രക്ഷപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ഈ പിന്നെ കെട്ടുകഥകളും ഇപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെ കുറെ കിതാബുകളൊക്കെ ഇവരെ കയ്യിലുണ്ട്. അതാണ് ഇവരെ ഉപജീവന മാർഗം അതാണ്. മറ്റേ മുസ്ലിം നോക്ക് നിങ്ങൾ, മൗത്തിന് നേരെ സഹായിക്കാൻ കഴിവുള്ളവരാണ് എന്ന്. ആര്? CM മടവൂരെ. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ പഠിച്ച ഏതൊരു കുട്ടിക്കും അറിയാം, നമുക്ക് ഒരു സഹായി ഉണ്ടാകൂല. നമ്മുടെ ഭാര്യയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, ബന്ധുമിത്രാദികളെ ആകട്ടെ, ഉറ്റ കൂട്ടുകാരാകട്ടെ, വളരെ വ്യക്തമായിട്ട് ഖുർആൻ പഠിപ്പിച്ച വലാ സ്വദീഖിൻ ഹമീം, ഒരു ചങ്ങാതിയില്ല, ഉറ്റ ഒരു സ്നേഹിതനില്ല. ഫമാലനാ മിൻ ഷാഫിഈൻ, ഞങ്ങൾ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എന്തില്ല, ഒരു ശുപാർശകരായി തന്നെ ആരുമില്ല.
വല്ലാത്തൊരു ഹാലാണ് ഈ സക്കറാത്തിന്റെ ഹാല് എന്ന് പറഞ്ഞത്. മരണത്തിന്റെ ഹാല് അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഇത് മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന പോലെയല്ല. അപ്പൊ CM മടവൂര് വന്ന് രക്ഷപ്പെടുത്തുന്നും വിചാരിച്ചിട്ടൊന്നും ഇപ്പൊ മാല പാടിയിട്ട് ഈ ജാറത്തിന്റെ ജാറപൂജ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവരൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. CM വരൂല, മടവൂരും വരൂല, ബദ്രീങ്ങളും വരൂല, ഷെയ്ഖ് ജീലാനിയും വരൂല, ഒരാളും വരൂല. നിങ്ങളുടെ അമല് മാത്രമേ കൂട്ടിനുണ്ടാകുള്ളൂ, വേറെ ഒന്നും ഉണ്ടാകൂല. അപ്പൊ നമ്മുടെ നന്മ തിന്മ പിന്നെ പോലെ ഇരിക്കും നമ്മുടെ പരലോക ജീവിതം. അല്ലാതെ അവിടെ പോയിട്ട് ആരെയും രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാരെ വർത്തമാനം കേട്ട് ജീവിക്കാൻ നിന്നാൽ പരലോകം നഷ്ടപ്പെടും. നിങ്ങൾ നോക്കി, ആ മുസ്ലിം പറയും മൗത്തിന്റെ നേരം സഹായിക്കാൻ കഴിവുള്ളവനാണ്. നമ്മുടെ ഖബറിൽ ഇടപെടാൻ അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? CM ഓരോ ഖബറിൽ ഇടപെടാനുള്ള, അതായത് ഖബറിൽ ഇടപെടാൻ ഇവരുടെ പ്രത്യേക ശൈലിയാണ്. അങ്ങനെ പിന്നെ മലക്കുൽ മൗത്തിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഭീഷണിപ്പെടുത്തി, പിന്നെ ഷെയ്ഖ് ജീലാനി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കള്ളക്കഥയൊക്കെ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതേപോലെ മലക്കിന്റെ കയ്യിൽ നിന്ന് പിന്നെ കൊട്ട തട്ടിയിട്ട് റൂഹിനൊക്കെ രക്ഷപ്പെടുത്തിയ കഥ. അപ്പൊ ഇവർക്ക് എപ്പുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്യാം? ഷെയ്ഖ് ജീലാനിയോട് പിന്നെ മാപ്പ് പറയുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ ഇവർ കുറെ കെട്ടുകഥ പറഞ്ഞ് സമൂഹത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, ഖബറിൽ ഇടപെടാൻ അള്ളാഹു അധികാരം കൊടുത്ത ആളാണ് CM മടവൂര് എന്ന്. ഇതൊക്കെ എത്രത്തോളം പിന്നെ ഞെട്ടിപ്പിക്കുന്ന വാക്കുകളാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇങ്ങനൊരു മതമല്ല ഇസ്ലാമില്. മാലിക് യൗമിദ്ദീൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ദിവസം ചുരുങ്ങിയത് 17 പ്രാവശ്യമെങ്കിലും മുസ്ലിയാക്കന്മാരെ നിങ്ങളിത് പറയണില്ലേ? അധികാരം ആർക്ക പരലോകത്തെ അതിന്റെ ഉടമസ്ഥാധികാരം ആർക്കാ ഉള്ളത്? അള്ളാഹുവിനല്ലേ. പിന്നെ ആർക്കാണ് പിന്നെ ഖബറിൽ ഓടിച്ചെന്ന് ഇടപെട്ടിട്ട് ദണ്ട് വാങ്ങാനും അത് മലക്കിന്റെ കയ്യിൽ നിന്ന് പിന്നെ മലക്ക് രക്ഷപ്പെടുത്താനും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് തടയാനൊക്കെ CM കയറി വരും ഖബറിൽ ഇടപെടാൻ വേണ്ടിയിട്ട്. അള്ളാഹു അധികാരം കൊടുത്ത മഹാനാണ്. എന്ത് പ്രശ്നം എന്ത് പ്രയാസം വന്നാലും ശരി എന്നൊക്കെ തള്ളുമ്പോ നിങ്ങളുടെ പരലോകോ പോയി. എന്നാ ഇപ്പൊ സാധുക്കളായ ജനങ്ങൾ അവരെങ്കിലും നേരെ ആയിക്കോട്ടെ, നിങ്ങൾ അവരെ ഫ്രീ ആക്കി വിട്. നിങ്ങൾ എന്തായിരുന്നാലും കാരണന്മാര് ഉസ്താദന്മാര് പോവുകയാണെങ്കിൽ പോട്ടെ പറഞ്ഞില്ല, നിങ്ങൾ എല്ലാവരും കൂടെ പോയിക്കോ, പ്രശ്നമില്ല. എന്നാൽ നിരപരാധികളായിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തായാലും ദീൻ പഠിപ്പിക്കില്ല. നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ തിന്നാനുള്ള ദീനാണ്. മരിക്കോളം വയറ് നിറയണം, പോക്കറ്റ് നിറയണം, അതിനുള്ളത് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അതാണ് ഈ കറാമത്ത്. അപ്പൊ ജനങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ പരലോകം രക്ഷപ്പെടാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.